നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനം കാത്ത് രാഷ്ട്രീയ കേരളം. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിക്കുന്നു. വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21 ഗജവീരന്മാർ അണിനിരക്കും. തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോട്ട സ്വദേശി സിറിലാണ് അറസ്റ്റിലായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുരിയച്ചിറയിൽ സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിനെതിരെ സമരവുമായി സമീപവാസികൾ. വീടുകൾ തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്ന് ദേശായി ഹോംസിന്റെ കവാടം സമീപവാസികൾ ഉപരോധിച്ചു. ബംഗാൾ ഉൾക്കടലിൽ നാളെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയുണ്ടായേക്കും. തൃശൂർ ജില്ലയിൽ നാളെ യെല്ലോ അലർട്ട്. വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനം കാത്ത് രാഷ്ട്രീയ കേരളം. ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. തീരുമാനമെടുക്കും മുൻപ് സോണിയാഗാന്ധിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ആശയവിനിമയം നടത്തും. AK ആന്റണിയുടെ അഭിപ്രായവും തേടും. ഘടകകക്ഷി നേതാക്കളുമായും സംസാരിക്കുന്നുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചത്. ചർച്ചകൾക്ക് ശേഷം VD സതീശൻ കേരളത്തിൽ മടങ്ങിയെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രതികരണത്തിനില്ലെന്നാണ് സതീശന്റെ നിലപാട്. അതിനിടെ ശക്തി പ്രകടനങ്ങൾ നടത്തുന്നതിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് ദേശീയ നേതൃത്വം കർശനമായി നിരീക്ഷിക്കുകയാണ്. ആർക്കുവേണ്ടി പ്രകടനം നടത്തിയാലും കർശന സംഘടനാ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ റിപ്പോർട്ട് നൽകാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഇന്ന് ആഘോഷിക്കുന്നു. പാമ്പാടി, പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി എന്നീ 3 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് താലപ്പൊലി ആഘോഷം. പറക്കോട്ടുകാവിന്റെ ശ്രീമൂലസ്ഥാനമായ കണിയാർക്കോട് വടക്കേക്കൂട്ടാല ദേവീക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. പാമ്പാടി ദേശം മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നാണ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. കിഴക്കുമുറി ദേശം മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 21 ആനകളുടെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവും നടക്കും. കാള, കുതിരവേലകൾ, പൂതൻതിറ, വെള്ളാട്ട്, കലിവേഷങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി. രാത്രി 9-ന് ചമ്പക്കുളം പരിസരത്തും തിങ്കളാഴ്ച രാവിലെ 6-ന് പറക്കോട്ടുകാവ് പരിസരത്തും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വെടിക്കെട്ട് നടത്തും. തിരുവല്ലോമല പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് നിയന്ത്രണങ്ങളോടെ വെടിക്കെട്ട് നടത്താൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകി. താലപ്പൊലി ദിവസം രാത്രി 9:30-ക്ക് ചമ്പക്കുളം പരിസരത്തും തിങ്കളാഴ്ച പുലർച്ചെ 6 മണിക്ക് പറക്കോട്ടുകാവ് പരിസരത്തുമാണ് വെടിക്കെട്ട് നടക്കുക. പതിവ് രീതികളിൽ നിന്ന് മാറി കിഴക്കുമുറി, പാമ്പാടി, പടിഞ്ഞാറ്റുമുറി എന്നീ 3 ദേശങ്ങൾ സംയുക്തമായാണ് വെടിക്കെട്ട് സംഘടിപ്പിക്കുന്നത്. തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പോട്ട പനമ്പള്ളി നഗർ പടിഞ്ഞാറേക്കാടൻ വീട്ടിൽ സിറിലാണ് അറസ്റ്റിലായത്. മരത്താക്കര പുഴമ്പള്ളം സ്വദേശി വെളിയംകുളങ്ങര വീട്ടിൽ ഡിനസ് ഡേവിസിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വെള്ളിയാഴ്ച രാത്രി 7:30-യോടെയാണ് സംഭവം. നെല്ലിച്ചോടുള്ള ജിംനേഷ്യത്തിൽ നിന്നിറങ്ങിയ ഡിനസിനെ പ്രതി പുറകിൽ നിന്ന് വന്ന് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഡിനസിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നതായും ഒരുമിച്ച് കഴിയുന്നതിനാണ് ഡിനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു. ചാലക്കുടിയിൽ നിന്ന് ചുറ്റിക വാങ്ങിയ ഇയാൾ കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം കത്തിക്കുകയായിരുന്നു ലക്ഷ്യം. അവിവാഹിതനായ പ്രതിയുടെ വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ അതിക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 25ഓളം രഹസ്യ പോലീസിനെ സംഘങ്ങളെ നിയോഗിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുരിയച്ചിറയിൽ സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിനെതിരെ സമരവുമായി സമീപവാസികൾ. വീടുകൾ തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്ന് ദേശായി ഹോംസിന്റെ കവാടം ഉപരോധിച്ചാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചത്. 30 വർഷമായി ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇത്രയും 4-5 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്നറിയില്ല. കഷ്ടം ദുരിതം മാത്രം. മണല്, സിമെന്റ്, ഈ കെട്ടിടത്തിന് കമ്പിയും പാറയും കല്ലും വീടിന്റെ മൊക്കട്ട് കൊണ്ടുവയ്ക്കാൻ. ഇപ്പൊ അനികൃതമായിട്ട് അവർ നോക്കിയ വീടിന്റെ ഓരത്തുനിന്ന് മണ്ണ് വെട്ടിയെടുത്തു. 9 കൊല്ലം താഴ്ചയിൽ ഇന്നലെ മിനിഞ്ഞാന്ന് കാറ്റത്ത് വീടുകളൊക്കെ ഇടിഞ്ഞു തുടങ്ങി. ഇന്നലെ മഴ പെയ്യുമ്പോഴേ ഞങ്ങൾ കുഞ്ഞുമക്കളിട്ട് പുറത്തിരിക്കായിരുന്നു. മനസ്സിലാവണ്ട, ഞങ്ങൾക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യില്ല. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അവർ
പാർപ്പിട സമുച്ചയം വികസിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിനായി ആഴത്തിൽ കുഴിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് തകർച്ചാ ഭീഷണിയിലായിരിക്കുകയാണ് 4 പതിറ്റാണ്ടിലേറെയായി കുരിയച്ചിറ പാറക്കയറ്റം കനാലിനരികെയുള്ള പോപ്പ് ജോൺ സെക്കൻഡ് ബ്ലോക്കിൽ താമസിക്കുന്ന 10-ലേറെ കുടുംബങ്ങൾ. കനാലിനരികെ താമസിക്കുന്ന ഈ വീടുകളുടെ പിറകുവശത്താണ് പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വീടുകളോട് ചേർന്ന് ആഴത്തിൽ കുഴിച്ച് മണ്ണെടുത്തതിനാൽ വീടുകളുടെ ചുമരിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. പല വീടുകളും ഏതു നിമിഷവും കുഴിയിലേക്ക് ഇടിയുമെന്ന സ്ഥിതിയിലാണ്. നിർമ്മാണത്തിനിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കല്ലും കമ്പിയും ഉൾപ്പെടെയുള്ളവ വീഴുന്നത് പതിവാണെന്ന് പ്രതിഷേധ സമരം നടത്തിയ വീട്ടുകാർ പറഞ്ഞു. ദേശായി ഹോംസ് ഫ്ലാറ്റ് വന്നതോടുകൂടി ഇവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല. പിള്ളേർക്കൊക്കെ രോഗങ്ങളൊന്നും സിമെന്റ് മണല് പൊടി എല്ലാവരും വീടിൻ്റെ അകത്തുണ്ട്. ഇവരെ ഓട് പോവുക അതേണ്ടില്ലേ ആകെ പൊളിഞ്ഞ് വീടിൻ്റെ അതാണ്. എപ്പോഴാണെങ്കിലും നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഒക്കെയും കൂടി പൊളിഞ്ഞ് അവിടെ ദേശായി ഫ്ലാറ്റിൻ്റെ അടിയിലേക്ക് വന്ന് വീഴും. ഇവര് ഇവിടെ പണിത് തുടങ്ങിയപ്പോട്ട് നമുക്ക് ഭയങ്കര ദുരിതമാണ്. വീടുകളെ വീഴാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കണത്. നമ്മളെ അധികാരികളെ ഒന്ന് വിവരം അറിയിച്ചിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുത്ത് തരാണെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമായി. ഞങ്ങളല്ലാണ്ട് എവിടേക്ക് പോകാനാ? ഇവർ പറയുന്നത് വാടകയ്ക്ക് വീടെടുത്ത് പോകാനാ. വാടകയ്ക്ക് വീടെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ താമസിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇതിനായി ശാശ്വതമായ ഒരു പരിഹാരം ഇവരുണ്ടാക്കി തരണം. പ്രശ്നം കോർപ്പറേഷൻ മേയറോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് മേയറും സംഘവും ശനിയാഴ്ച നേരിൽ കണ്ട് ബോധ്യപ്പെട്ടെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല. സമീപ വീടുകൾക്ക് ഭീഷണിയായ നിർമ്മാണ പ്രവർത്തനം ഉടൻ നിർത്തിവെച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം. ഇത് ഇന്നലെ വന്ന് പരാതിപ്പെട്ടു, ഇവരെല്ലാം പരാതിപ്പെട്ടു. ഇവിടെ വന്ന് അടിയന്തരമായി സാഹചര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഇവർക്ക് എല്ലാം പറഞ്ഞു, ഇവർക്ക് വീട് വാടക വീട് എടുത്തു കൊടുക്കാമെന്നല്ല പറഞ്ഞ, വാടക എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ഒരു വാക്കിൻ്റെ മാത്രമായിട്ട് ഇവിടുന്ന് ഗേറ്റ് എല്ലാവരും കടന്ന് പോന്നു. അതിനുശേഷം അവർക്ക് എന്താ ഏതാണെന്ന് അറിയില്ല. അവർ പറയാം ഞങ്ങളെ പറഞ്ഞിട്ടില്ല. ആ മഴ പെയ്തതിന് ശേഷമാണ് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീട്ടിൽ ഒരു വീടിൻ്റെ ഭാഗികമായിട്ട് മൊത്തം പൊളിഞ്ഞു. അതിനുശേഷം ഇവർക്ക് വാടക കൊടുക്കണം, അത് കൊടുക്കണില്ല. ഞങ്ങൾ പണ്ട് വേറെ ഒന്നും വേണ്ട, ഇവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി അടിയന്തരമായിട്ട് ഇവിടുത്തെ കൗൺസിലർമാരാവട്ടെ, മേയർ വന്നിരുന്നു. മേയർ ഇന്നലെ വന്നു, ജസ്റ്റ് വന്നു കണ്ടു കൊടുത്ത് പോയി. ആ മേയറും ഇടപെട്ട് ഇവിടുത്തെ MLA, ഇപ്പോഴത്തെ MLA രാജൻ, ഒരുപാട് മന്ത്രിമാർ വരാൻ പോകുന്നുണ്ട്. അവരൊക്കെ വന്ന് ഇടപെട്ട് ഇതേപോലത്തെ വലിയ ഫ്ലാറ്റാണ് ദേശായി ഹോംസ്, എറണാകുളത്താണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി അടിയന്തരമായി ചെയ്യണം. ഉപരോധത്തിനിടെ ഒരു വീട്ടമ്മ മണ്ണെണ്ണ നിറച്ച കുപ്പിയുമായി പ്രതിഷേധിച്ചത് ആശങ്ക സൃഷ്ടിച്ചെങ്കിലും അവരെ മറ്റുള്ളവർ അനുനയിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ. ബംഗാൾ ഉൾക്കടലിൽ നാളെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. തിങ്കളാഴ്ച തൃശൂർ, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും ചൊവ്വാഴ്ച എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. TVK അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 10 മണിക്ക് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. വൻ ആരാധക വൃന്ദവും ചടങ്ങിന് സാക്ഷിയായി. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മന്ത്രിമാരില്ല. കോൺഗ്രസ് മന്ത്രിമാരെ വിശ്വാസ വോട്ടിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ രൂപീകരിച്ചത്. சி ஜோசப் விஜய் எனும் நான் தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Discover is love right go there. La crème de la fraîcheur. French Diary Ice Creams, a taste factory. വീണ്ടും വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരുന്നു.
കേരളത്തിലെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച യോഗത്തിലുണ്ടാകും. ഭരണവിരുദ്ധ വികാരം കൂടാതെ സംഘടനാതലത്തിൽ വന്ന വീഴ്ചകളും തോൽവിക്ക് കാരണമായെന്ന വിലയിരുത്തലുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നതിൽ PBയിൽ ആലോചനയുണ്ടാകും. സ്ഥാനമേറ്റെടുക്കാൻ പിണറായി വിജയൻ താൽപ്പര്യം അറിയിക്കുമോ എന്നതാണ് ആകാംക്ഷ. പിണറായി താൽപ്പര്യക്കുറവ് അറിയിച്ചാൽ മാത്രമേ മറ്റൊരാളെ പരിഗണിക്കൂ. പിണറായി ഇല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെയാകും പ്രതിപക്ഷ നേതാവ് പരിഗണിക്കുക. അമേരിക്കയിലെ ട്രയാത്ലോൺ മത്സരത്തിൽ അയൺമാനായി കൊടുങ്ങല്ലൂരുകാരൻ ശ്രീനാരായണപുരം സ്വദേശിയായ സജിത്താണ് നേട്ടം കൈവരിച്ചത്. ടെക്സസിൽ നടന്ന 140.6 മൈൽ അയൺമാൻ ട്രയാത്ലോൺ മത്സരം വിജയകരമായി പൂർത്തിയാക്കിയാണ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശിയായ 55-കാരൻ സജിത്ത് തോപ്പിൽ പ്രകാശൻ ഈ നേട്ടം കൈവരിച്ചത്. 2.4 മൈൽ നീന്തലും 112 മൈൽ സൈക്കിൾ സവാരിയും 26.2 മൈൽ മാരത്തൺ ഓട്ടവും ചേർന്നതാണ് അയൺമാൻ ട്രയാത്ലോൺ. മനുഷ്യന്റെ ശാരീരികക്ഷമത പരീക്ഷിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട കായിക മത്സരമാണിത്. ആകെ 13 മണിക്കൂർ 53 മിനിറ്റ് 49 സെക്കൻഡിലാണ് സജിത്ത് ലക്ഷ്യം കണ്ടത്. കഴിഞ്ഞ വർഷം കാനഡയിലെ കാൽഗരിയിൽ നടന്ന മത്സരത്തിലും സജിത്ത് അയൺമാൻ യോഗ്യത നേടിയിരുന്നു. അടുത്തതായി ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കലിൽ ബിരുദം നേടിയ ശേഷം മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ജോലി ചെയ്ത സജിത്ത് 19 വർഷമായി കാനഡയിലാണ് താമസം. ലേഖയാണ് ഭാര്യ. നീരജ്, സൂരജ് എന്നിവർ മക്കളാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അന്തിക്കാട് ചെമ്മാപ്പിള്ളിയിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കും തല്ലിപ്പൊളിച്ച പ്രതി പിടിയിലായി. ഊരകം പൂച്ചന്നിപ്പാടം സ്വദേശി പറക്കോട്ടുകരക്കാരൻ വീട്ടിൽ ജസ്റ്റോയെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെമ്മാപ്പള്ളി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മെജോയുടെ സഹോദരിയുടെ മകളെ ജസ്റ്റോ നിരന്തരം ശല്യം ചെയ്തിരുന്നു. ശല്യം സഹിക്കവയ്യാതെ പെൺകുട്ടിയെ മെജോ സ്വന്തം വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഇതിന്റെ വിരോധത്തിലാണ് പ്രതി മെജോയുടെ വീട്ടിലെ വാഹനങ്ങൾ തല്ലിത്തകർത്തത്. അമ്പലപ്പാട്ട് ഗോപാലമേനോൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ജോൺ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ KP ശ്രീദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം E ചന്ദ്രൻ, ഡോക്ടർ ബിനി, KP നന്ദകുമാർ, KP മുകേഷ് എന്നിവർ സംസാരിച്ചു. തിരുവല്ലോമലയിൽ താലപ്പൊലി ആഘോഷങ്ങൾക്കിടെ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. പഴമ്പാലക്കോട് കാഞ്ഞിരക്കാട് വീട്ടിൽ സനീഷിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. സനീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചന്ദ്രാപിന്നി സ്വദേശി സതീഷ് കുമാർ വിശാഖപട്ടണത്തിന്റെ മാനസമൈനേ വരൂ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ലളിതകലാ അക്കാദമിയിൽ നടന്നു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതി സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സാഹിത്യകാരൻ K രഘുനാഥൻ, സാഹിതി പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ, I ഷൺമുഖദാസ്, മോഹൻദാസ് പാറപ്പുറത്ത്, ഹരി P നായർ, ബാവ സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പുസ്തക ചർച്ചയിൽ ഗാനരചയിതാവും കവിയുമായ രാജീവ് ആലുങ്കൽ മുഖ്യാതിഥിയായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന സീനിയർ CLCയുടെ നേതൃത്വത്തിൽ 2ാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നിർമ്മല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, സീനിയർ CLC പ്രസിഡന്റ് ബിൻസ് വർഗീസ്, ചെസ് കൺവീനർ ഫ്രിജോ ഫ്രാൻസിസ്, ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പൽ YMCയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടത്തി. കുന്നംകുളം IMAയുടെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാട്ടകാമ്പൽ ചിറക്കൽ യൂണിറ്റിന്റെയും സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. YMCA പ്രസിഡന്റ് CC മോഹൻദൻ അധ്യക്ഷത വഹിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ താജ് പോൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറിയ എന്നിവർ സംസാരിച്ചു. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് ഇന്ന് സമാപനമാകും. മൗലീദ് പാരായണത്തിന് മഹല്ല് ഖത്തീബ് അബൂബക്കർ സാദി കക്കടിപ്പുറം, ഉസ്മാൻ സഖാഫി കാരക്കാട്, അഹമ്മദ് അബ്ദുറഹ്മാൻ അഹ്സനി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം PA അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ PT മുഹമ്മദ് അലി, ട്രഷറർ PM ഉസ്മാൻ ഹാജി, മഹല്ല് സെക്രട്ടറി PA മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് നടക്കുന്ന ഗത്തം ദുവാ മജ്ലിസിലും ദുവാ സമ്മേളനത്തിലും സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി അന്ത്രോത്ത്, ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ്, ഷൈഖുന അബ്ദു മുസ്താദ്, ബായാർ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers.
പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനം കാത്ത് രാഷ്ട്രീയ കേരളം. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിക്കുന്നു. വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 21 ഗജവീരന്മാർ അണിനിരക്കും. തൃക്കൂർ നെല്ലിച്ചോട് റിപ്പർ മോഡലിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. കോട്ട സ്വദേശി സിറിലാണ് അറസ്റ്റിലായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കുരിയച്ചെറിയിൽ സ്വകാര്യ പാർപ്പിട സമുച്ചയത്തിനെതിരെ സമരവുമായി സമീപവാസികൾ. വീടുകൾ തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്ന് ദേശായി ഹോംസിന്റെ കവാടം സമീപവാസികൾ ഉപരോധിച്ചു. ബംഗാൾ ഉൾക്കടലിൽ നാളെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. തൃശൂർ ജില്ലയിൽ നാളെ യെല്ലോ അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.